എന്ത് പണിയാ കാണിച്ച ജോർജ് ചേട്ടാ? ഹരി ഒന്നിങ്ങോട്ട് വന്നേ. ആ രാജൻ ചേട്ടൻ നല്ലോണം പെർഫോം ചെയ്യൂ. പുള്ളിയാണെങ്കിൽ ഒരൊറ്റ റിഹേഴ്സലിനും വന്നിട്ടില്ല. അതൊക്കെ ടെൻഷൻ ആയിട്ട് കയ്യ. നീ എന്തിനാ പേടിക്കണേ? സർഗസ് സ്റ്റേജിന്റെ കാലം മുതൽ നമ്മുടെ രാജൻ ചേട്ടനാണ് യേശുക്രിസ്തു. പുള്ളി കുരിശിക്കകത്ത് ഒരു വിഷു ഈസ്റ്റർ പരിപാടി ഇവിടെ ഇല്ല. പിന്നെ നമ്മുടെ വിജു ഒക്കെ ഇല്ലേ, ഈ പരിപാടി നമ്മൾ കലക്കും. ഇത് നമ്മൾ അടിച്ച് പൊളിക്കൂന്ന്. രാജൻ അടിയതേണ്ട ഉറപ്പാണ്. അങ്ങനെ റിഹേഴ്സലിന് വരാത്ത കാരണം വിജു കട്ട കളിപ്പാണ്. മുഹബത്തിൽ ഉണർന്നു മലർവഴി മുഹമ്മദ് റസൂൽ വരുവഴി മനസ്സിലെ അതിർപ്പമൊരുക്കി നീ യൂതന്മാരുടെ രാജാവെങ്കിലും നീ എന്തുകൊണ്ട് നിന്നെ തന്നെ രക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ജോർജ് ചേട്ടാ. ഞാൻ ആ ഓഡിയൻസിനെ നോക്കി ഒറ്റ നിപ്പ. നാട്യസിംഹമേ, ഇന്ത മാതിരി തടുപ്പ് ഞാൻ മുന്നാടി പാക്കവേ ഇല്ലടാ. ആ ഉഹു അങ്ങോട്ട് ശരിയായില്ലേ ജോർജ് ചേട്ടാ? കൂടെ വെക്കാം. എടാ ഓൻ ഏടിയടാ, കാണുന്നില്ല. ഞാനും കണ്ടില്ലടാ അവനവിടെ. എടാ നീ കലാപരിപാടി നടക്കുന്ന എല്ലായിടത്തും നോക്കിയോ? നീ നോക്കിയടാ, അവൻ സ്റ്റേജിന് മുമ്പിൽ പുറകെ എല്ലായിടത്തും നോക്കി. ഞാൻ കണ്ടില്ല അവനെ. നിന്നോട് കലാപരിപാടികൾ നടക്കുന്ന സ്ഥലത്തെല്ലാം നോക്കാൻ പറഞ്ഞാ. ഓ, കലാപരിപാടി. ജോർജ് ചേട്ടാ എന്ത് പണിയാ കാണിച്ച ജോർജ് ചേട്ടാ? നമ്മളെ മുഖ്യ പഠനാണിത്. ഇവനില്ലാതെ കർത്താവിനെ കുരിശിൽ കേട്ടാൻ പറ്റൂലപ്പാ. സാറിന്റെ മക്കളെ നമുക്ക് ശരിയാക്കാന്നേ. ഇവന് ഒരു 10 പ്രാവശ്യം ഡയലോഗ് പറഞ്ഞു ഈ ജോർജ് ചേട്ടൻ അഭിനയിക്കും. ചേട്ടൻ ചെയ്യൂ. അതെ ചേട്ടാ, ഒന്ന് കാണിച്ചേട്ടാ. ഞാൻ കാണിച്ചുതരാം. പ്രോപ്പർട്ടി അവിടെ ശരിയാവുണ്ട്. മോനെ ആ ബുഹുവാല ഹാ പറഞ്ഞ കുറച്ച് കുഴപ്പമുണ്ടോ? ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? എടാ കള്ളരായപ്പ, ഈ റിഹേഴ്സൽ പോലും വരാതെ നീ കുരിശിക്കറി നോക്കാൻ നോക്കുക അല്ലേടാ? ഇറങ്ങി വേടാ.